തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷകമായ കുടമാറ്റം അല്പസമയത്തിനകം ആരംഭിക്കും. കാഴ്ചയുടെ വർണ്ണ വിസ്മയം തീർക്കുന്ന കുടമാറ്റം കാണാൻ ആയിരങ്ങളാണ് പൂരനഗരിയിൽ എത്തിയിരിക്കുന്നത്. ഇലഞ്ഞിത്തറമേളം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. അതിനുശേഷം തെക്കോട്ടിറക്കം എന്ന ചടങ്ങിന് ശേഷമാണ് കുടമാറ്റം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി സനൂപ് ശശിധരനുണ്ട് പൂരനഗരിയിൽ നിന്നും. സനൂപ്, കുടമാറ്റത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തെക്കോട്ടിറക്കം പൂർത്തിയായിരിക്കുന്നു. എത്രത്തോളം ആവേശത്തിലാണ് തൃശൂർ? ഏറ്റവും വർണ്ണാഭമായ ഒരു ചടങ്ങിനാണ് ഇനി തൃശൂർ പൂരം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കുടമാറ്റം അല്പസമയത്തിനകം ആരംഭിക്കും. ഇലഞ്ഞിത്തറമേളം സമാപിച്ച ശേഷം പാറമേക്കാവിന്റെ വാദ്യക്കാരും ഗജവീരന്മാരും ഇപ്പോൾ തെക്കേ ഗോപുരം വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി ഇവർ പുറത്തേക്ക് ഇറങ്ങി അമ്പലത്തിന് തെക്ക് കുടമാറ്റം തയ്യാറായി നിൽക്കും. ഇപ്പോൾ അവർ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആളെയും വാദ്യക്കാരും ആളുകളും വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ ഗോപുരം വഴി അകത്ത് പ്രവേശിച്ച് വടക്കുന്നാഥനെ വണങ്ങി തെക്കേ ഗോപുരം വഴി വാതിൽ വഴി പുറത്തോട്ട് വരും. അവർ തെക്കേ ഗോപുരത്തിന് ചേർന്ന് നിൽക്കുക തിരുവമ്പാടിയാണ്. ഇതിന് എതിർവശത്തായി പാറമേക്കാവ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പാറമേക്കാവിന്റെ വാദ്യമേള സംഘത്തെയും ഒപ്പം തന്നെ ആനകളെയുമാണ്. ഇവർ പരസ്പരം മുഖാമുഖം നിന്നാണ് കുടമാറ്റം ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ കുടമാറ്റം ആരംഭിക്കും. 15 ആനകൾ ആണ് ഓരോ വിഭാഗത്തിലും അണിനിരക്കുന്നത്. വലിയ മത്സരമാണ് കുടമാറ്റത്തോടനുബന്ധിച്ച് നടക്കുക. ഓരോ വിഭാഗവും ഓരോ പാറമേക്കാവും തിരുവമ്പാടിയും വലിയ വിസ്മയങ്ങൾ തന്നെയാണ്. കട്ടുകെട്ടായുള്ള വിവിധ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച കുടകളാണ് കുടമാറ്റത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് പാറമേക്കാവിന്റെ വീരന്മാരെയാണ്. പത്മനാഭനാണ് പാറമേക്കാവിന്റെ നെടുമ്പേറ്റി മധ്യ നിൽക്കുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി ശിവസുന്ദരമാണ് തിടമ്പേറ്റുന്നത്. തിടമ്പേറ്റിയ ആനയ്ക്ക് മുകളിലുള്ള കുടയ്ക്ക് മറ്റുള്ള കുടകളിൽ നിന്ന് വ്യത്യാസമുണ്ടാകും. മത്സരങ്ങൾ അല്പസമയത്തിനകം തന്നെ കുടമാറ്റം ആരംഭിക്കും. ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ കുടമാറ്റം കാണാനായി തൃശൂർ തെക്ക് ഗോപുരത്തിന് മുന്നിലുള്ള സ്ഥലങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന വലിയ സുരക്ഷാ സംവിധാനങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആയിരക്കണക്കിന് പേരാണ് കുടമാറ്റത്തിന് സാക്ഷ്യം വഹിക്കാനായി തൃശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. രാവിലെ ഘടകപൂരങ്ങളോടെ ആരംഭിച്ച തൃശൂർ പൂരം ഈ ദിവസത്തെ പകലിലെ ഏറ്റവും വലിയ വർണ്ണവിസ്മയത്തിന് തയ്യാറായി നിൽക്കുകയാണ്. താളമേള വാദ്യഘോഷങ്ങളുടെ വലിയ ഒരു ആവേശമായിരുന്നു ഇത്രയും നേരം തൃശൂർ പൂരനഗരിയിൽ കണ്ടത്. പഞ്ചവാദ്യവുമായി മണത്തിൽ വരവ്, പാണ്ഡ്യമേളവുമായി ഇലഞ്ഞിത്തറമേളം ഇതെല്ലാം കഴിഞ്ഞ് ഇരുവിഭാഗവും കുടമാറ്റത്തിന് തയ്യാറായിരിക്കുന്നു. ഇരു കൂട്ടരും എന്തെല്ലാം വിസ്മയങ്ങളാണ് ഈ കുടമാറ്റത്തിന് എന്തെല്ലാം വിസ്മയങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ കുടമാറ്റം ആരംഭിക്കും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് നമുക്ക് പോകാം. തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണീയ ചടങ്ങായ കുടമാറ്റം അല്പസമയത്തിനകം ആരംഭിക്കും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിലൂടെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തുന്ന തെക്കോട്ടിറക്കം എന്ന ചടങ്ങിന് ശേഷമാണ് കുടമാറ്റം എന്ന ആകർഷകമായ ചടങ്ങ് ആരംഭിക്കുക. അല്പസമയത്തിനകം കുടമാറ്റം ആരംഭിക്കും. തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ ഇരു കൂട്ടരും പരസ്പരം നിന്ന് കുടകൾ നിവർത്തി കാണിക്കുന്ന ചടങ്ങാണ് കുടമാറ്റം. കൂടുതൽ വിവരങ്ങളുമായി സനൂപ് ശശിധരനുണ്ട്. കടുത്ത ചൂടിനെ അവഗണിച്ച് നിരവധി പേരാണ് പൂരം കാണാൻ ഇത്തവണയും തൃശ്ശൂരിലേക്ക് എത്തിയിരിക്കുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് പൂരപ്രേമികളുള്ളത്? പ്രത്യേകിച്ച് ഇത്തവണ ആനയും കരിമരുന്ന് പ്രയോഗവും വേണ്ട എന്ന തീരുമാനത്തിലേക്കും അത്തരം വിവാദങ്ങളിലേക്കുമെല്ലാം പൂരത്തെ വലിച്ചിഴച്ചിരുന്നു. ഈ ഒരു അവസരത്തിൽ എത്രത്തോളം ആവേശത്തിലാണ് പൂരപ്രേമികളുള്ളത്? തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങായ കുടമാറ്റം അല്പസമയത്തിനകം ആരംഭിക്കും. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് വിഭാഗത്തിന്റെ ഗജവീരന്മാർ
കുടമാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് തെക്കിൻകാട് മൈതാനിയിലെ മറുവശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇവർ മറുവശത്തേക്ക് കൊമ്പ്, കുഴലിൽ തുടങ്ങിയ എല്ലാ വാദ്യഘോഷങ്ങളോടുകൂടി തന്നെയാണ് പാറേമേക്കാവിൻ്റെ ആളുകൾ സഹിതം പാറേമേക്കാവിൻ്റെ ആനകൾ കുടമാറ്റത്തിന് തയ്യാറായിക്കൊണ്ട് മറുവശത്തേക്ക് നീങ്ങുന്നു. ഇവർ മറുവശത്ത് നിലയുറപ്പിച്ച ശേഷമാണ് തെക്കേ ഗോപുരനടയിലൂടെ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഗജവീരന്മാരും ഒപ്പം വാദ്യമേളക്കാരും എത്തുക. ഇതിനുശേഷം മുഖാമുഖം നിന്ന് കുടമാറ്റം ആരംഭിക്കും. 5:30 ആദ്യം കുടകൾ മാറ്റി തുടങ്ങുക. ആദ്യം നടുവിൽ, അതായത് തിടമ്പേറ്റിയ ആനയ്ക്ക് പച്ചക്കുടയും ബാക്കിയെല്ലാവരും ചുവപ്പുമായിരിക്കും. തുടർന്ന് ഓരോ വർണ്ണങ്ങൾ മാറി മാറി കുടകളിൽ വരും. പിന്നീട് പല തട്ടുകളിലായി വിസ്മയം LED ലൈറ്റുകൾ സ്ഥാപിച്ച കുടകൾ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇത്തവണയും ഓരോ വർഷവും ഓരോ വിസ്മയങ്ങൾ കുടമാറ്റത്തിൽ കൊണ്ടുവരാറുണ്ട്. അത് ഇത്തവണയും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും അതുതന്നെയാണ്. ഏതായാലും കുടമാറ്റം ആരംഭിച്ചിരിക്കുന്നു. ആളുകൾ ആവേശത്തിലായി കഴിഞ്ഞു. ഇരുഭാഗത്തും ആനകൾ പരസ്പരം കുടമാറ്റത്തിന് തയ്യാറായി നിന്ന ശേഷമാണ് ആദ്യ കുടമാറ്റം ആരംഭിക്കുക. അപ്പോൾ മാത്രമാണ് ഇപ്പോൾ പോലീസ് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്ന, വടം കെട്ടിക്കൊണ്ട് ആളുകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇവരെ ആ വടം അഴിച്ചുവിടുകയും കൂടുതൽ ആളുകൾ അതോടുകൂടി 2 ഭാഗത്തുമായി നിലയുറപ്പിക്കുകയും ചെയ്യും. തിരുവമ്പാടിക്കാരും പാറമേക്കാവരും തമ്മിലുള്ള മത്സരം ഓരോ കുട മാറുമ്പോഴും അതിൻ്റെ മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ മത്സര സ്വഭാവത്തോടു കൂടി തന്നെ ആളുകൾ ആർപ്പ് വിളിക്കുകയും ഒപ്പം തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അടുത്ത എന്ത് വിസ്മയമാണ്, അടുത്ത തിരുവമ്പാടി വിഭാഗം എന്ത് വിസ്മയമാണ്, അതിനെ മറികടക്കുന്ന തരത്തിൽ പാറമേക്കാവിൻ്റെ ഭാഗത്തു നിന്നും വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ച കുടകൾ ഉയരും. കുടമാറ്റം തൃശ്ശൂർ പൂരത്തിൻ്റെ വർണ്ണ വിസ്മയം തീർക്കുന്നത് കുടമാറ്റം തന്നെയാണ്. മേളങ്ങൾ, പഞ്ചവാദ്യത്തോടുകൂടി വന്ന മടത്തിൽ വരവ്, അതിനുശേഷം പാണ്ടിമേളത്തിൻ്റെ ഇലഞ്ഞിത്തറ മേളം എല്ലാം കഴിഞ്ഞ ശേഷമാണ് കുടമാറ്റം ആരംഭിക്കുന്നത്. കുടമാറ്റത്തിന് തേക്കിൻകാട് മൈതാനി തയ്യാറായി കഴിഞ്ഞു. ആളുകൾ അതിന് കാത്തിരിക്കുകയാണ്. ഇപ്പോൾ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ഗജവീരന്മാരാണ് കുടമാറ്റത്തിന് തയ്യാറായി ഇപ്പോൾ തേക്കിൻകാട് മൈതാനിയിൽ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ തിരുവമ്പാടിയുടെ ഗജവീരന്മാരും വാദ്യമേള സംഘവും ഒപ്പം ആളുകളും തിരുവമ്പാടി വിഭാഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ആളുകളും തേക്കിൻകാട് മൈതാനിയിലേക്ക് തെക്കേ ഗോപുര നട വഴി പുറത്തോട്ട് വരും. തുടർന്ന് 5:30 തന്നെ കുടമാറ്റം, അതിൻ്റെ മത്സര സ്വഭാവമുള്ള കുടമാറ്റം ആരംഭിക്കും. പ്രധാന ചടങ്ങായ കുടമാറ്റം അല്പസമയത്തിനകം ആരംഭിക്കും. ഇതിനായി പാറമേക്കാവ് വിഭാഗത്തിന്റെ ആനകൾ തേക്കിൻകാട് മൈതാനിയിൽ അണിനിരന്നു കഴിഞ്ഞിരിക്കുന്നു. 15 ആനകളാണ് ഇരു വിഭാഗങ്ങളുടേതുമായി ഇരുഭാഗത്തും അണിനിരക്കുന്നത്. ഇതിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള കുടകൾ നിവർത്തി ഒരു മത്സര ബുദ്ധിയോടെയായിരിക്കും ഇരു വിഭാഗവും കുടമാറ്റത്തിൽ പങ്കുചേരുക. കുടമാറ്റം അല്പസമയത്തിനകം ആരംഭിക്കും. ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം തെക്കോട്ടിറക്കം എന്ന ചടങ്ങിന് ശേഷമാണ് കുടമാറ്റം ആരംഭിക്കുന്നത്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരത്തിലൂടെ തേക്കിൻകാട് മൈതാനത്തിലേക്ക് പ്രവേശിക്കുന്ന ചടങ്ങാണ് തെക്കോട്ടിറക്കം. അതിനുശേഷമാണ് കുടമാറ്റം ആരംഭിക്കുക. അല്പസമയത്തിനകം കുടമാറ്റ ചടങ്ങുകൾ ആരംഭിക്കും. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ പരസ്പര കൂടിക്കാഴ്ച കൂടിയാണ് കുടമാറ്റം. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൽ വർണ്ണക്കുടകൾ പരസ്പരം ഉയർത്തി കാണിച്ച് മത്സരിക്കുന്ന ഒരു രീതിയാണ് കുടമാറ്റത്തിലുള്ളത്.
വർണ്ണപ്രപഞ്ചം തീർക്കുന്ന കുടമാറ്റത്തിലെ കാഴ്ചകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.